നമ്മൾ ആദ്യത്തെ മത്തനാണിത്. ഇതൊന്ന് പറിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ മത്തനുകളുണ്ട്, ഇതൊക്കെ ആയിട്ടില്ല. സാധനമുണ്ട്, ഇതൊക്കെ ആയി വരുന്നുള്ളൂ. അപ്പോൾ ഈ മത്തൻ തീരെ കായ്ക്കാത്തൊരു പ്രശ്നം ഉണ്ടായിനി. കാരണം പൂക്കളുണ്ടാവും, കായ്ക്കൂല. അപ്പോഴാണ് നമ്മളൊരു കൃത്രിമ പരാഗണം നടത്തിയത്. അത് സക്സസ്സായി കായ്ക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പൂമ്പാറ്റകളെ, ഈച്ചകൾ, തേനീച്ചകളൊക്കെ നമ്മൾ ഇതിൻ്റെ അടുത്ത് കണ്ടാൽ നമുക്ക് സന്തോഷിക്കാം. കാരണം പരാഗണം അത് മൂലം നടക്കും. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പോയിരിക്കുമ്പോൾ അതിൻ്റെ പൂമ്പൊടികൾ അടുത്ത പൂവിലെത്തുകയാണ്. ആൺപൂവിൽ നിന്ന് പെൺപൂവിലെത്തും, പരാഗണം നടക്കും. ഒന്നാമത്തെ ഞാൻ കൃത്രിമ പരാഗണം നടത്തിയതാണ്. പിന്നെ ഉണ്ടായതൊക്കെ പൂമ്പാറ്റകളെ ഞാൻ കണ്ടു. അപ്പോൾ അതിന് ശേഷമാണ് അതൊക്കെ കായ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിളവെടുപ്പ് ആദ്യം നമ്മൾ വീടുണ്ടാക്കിയതിന് ശേഷം ഈ മത്തൻ സാമ്പാർ കഷ്ണത്തിന് വീട്ടിൽ കൂടുതലും സാമ്പാർ കഷ്ണം വാങ്ങിയപ്പോൾ അതിൽ നിന്ന് മുളച്ചു വന്ന മത്തനാണ്. അതിവിടെ നട്ടതാണ് കേട്ടോ. അത് നട്ടിങ്ങനെ കായ്ക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമുക്കൊരു താല്പര്യം തോന്നി. അങ്ങനെ വെറൈറ്റി ഒരു 5-6 വെറൈറ്റി മത്തൻസുകൾ വാങ്ങിയിട്ട് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് പിന്നീട് കാണിച്ചു തരാം. ഇതെന്തായാലും ഫസ്റ്റ് മുത്തോളം തന്നെയാണ് അത് വിളവെടുക്കുന്നത്. കാരണം ഏറ്റവും എല്ലാ ദിവസവും വന്ന് നോക്കും കേട്ടോ അത് എത്ര വലുതായി എന്നുള്ളത് മുത്തോള്. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് തന്നെ അത് പറിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓളെ തന്നെ അത് ഏൽപ്പിച്ചതാണ്.